വീട്ടിൽ ഇരുന്ന എന്ത് സുന്ദരമായിട്ട് പാട്ട് പാടുന്ന ചെറുക്കനാ. ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയിലെ പാട്ട് വരെ അവന് കാണാപ്പാടാ. ഇത് സ്കൂളിൽ പോയി ഒരു വരി പാടാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റൂല എന്ന്. ഓ, ഇവിടെ കാണിക്കുന്ന ചുണയൊക്കെ ഉള്ളു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കണക്കാ. അയ്യേ, ഈ സ്റ്റേജിൽ കയറുന്ന ഇമാതിരി കരയാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ എന്ത് വന്നേ. സ്കൂള് തുറന്നു, പതുക്കെ എല്ലാം ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇടയ്ക്ക് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം സ്മൂത്തായി. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താ? സ്കൂളിൽ പലതരം മത്സരങ്ങൾ വരുന്നു, പലതരം ആക്ടിവിറ്റീസ് വരുന്നു. എന്താ പ്രശ്നം? കുട്ടി പങ്കെടുക്കുന്നില്ല. എന്താ കുട്ടി പങ്കെടുക്കണ്ട. കുട്ടി മിണ്ടുന്നില്ല. കുട്ടികൾ ഇത് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണമെന്നൊന്നും നിർബന്ധം പിടിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അവരങ്ങോട്ട് സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ, സ്കൂളിൽ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യത്തെ ഘട്ടം അവരൊന്ന് കണ്ട് മനസ്സിലാക്കട്ടെ എന്താണെന്ന്. ചില കുട്ടികളുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. സ്റ്റേജ് കാണുന്നു, നേരെ പോകുന്നു, കയറുന്നു, പാടുന്നു. പാട്ടിന്റെ ലിറിക്സ് അറിയത്തില്ലെങ്കിലും പ്രശ്നമില്ല, ട്യൂൺ അറിയത്തില്ലെങ്കിലും പ്രശ്നമില്ല. അവർക്ക് അങ്ങനെ കയറുമ്പോൾ ഒരു സംഭ്രമം ഒന്നും തോന്നുന്നില്ല. അവർ സ്റ്റേജിൽ കയറി പാടും. അവർ എക്സ്ട്രോവേർട്സ് ആയിരിക്കും, അവർക്കതൊരു പ്രശ്നമായി തോന്നുന്നില്ല. മറ്റു ചില കുട്ടികളുണ്ട്, അവർക്ക് നല്ല വൃത്തിയായിട്ട് ഈ വരികൾ അറിയായിരിക്കും, ആ ട്യൂണും അറിയായിരിക്കും, പാടാനും അറിയായിരിക്കും. പക്ഷെ സ്റ്റേജ് കാണുമ്പം വിറയ്ക്കും. അതൊരു പ്രശ്നമല്ല, അങ്ങനെ ഉണ്ട് കുട്ടികൾ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവർക്ക് അറിയാവുന്ന എല്ലാ കഴിവും അവിടെ പ്രദർശിപ്പിക്കണമെന്ന് വാശി പിടിക്കാതിരിക്കുക. പയ്യെ മതിയെന്നേ, ഇവരങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുള്ളൂ. ഇനി എത്ര വർഷം പോയാലാ ഈ സ്കൂളിൽ നിന്ന് കഴിയുക? 15 17 വയസ്സ് വരെ അവർ സ്കൂളിൽ പോകണം അല്ലേ? അപ്പം ആ കാലഘട്ടം മുഴുവനുണ്ട് അവർക്ക് അവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കാനായിട്ട്. ആദ്യം അവർ കുറച്ചൊന്ന് പുറകോട്ട് നിൽക്കുന്നതൊന്നും കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്, അവരെ ഷെയിം ചെയ്യരുത്. അയ്യേ, നാണക്കേട്, സ്റ്റേജിൽ കയറുന്നതിന് കരയാനുണ്ടോ? സ്റ്റേജിൽ ജീവിതത്തിൽ ഇതേവരെ കയറിയിട്ടില്ലാത്ത അമ്മയും അച്ഛനാണ് ചിലപ്പോൾ അത് പറയുന്നതെന്ന് ഓർത്തോണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തായിരിക്കും നിങ്ങളുടെ കുട്ടി അത് ചെയ്യുന്നില്ലായിരിക്കും. നിങ്ങളല്ലല്ലോ നിങ്ങളുടെ കുട്ടി, അത് വേറൊരാളല്ലേ. നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും കൂടെ സ്വഭാവം കൂടെ ചേർന്നിട്ടുള്ള ആളല്ലേ ഈ പുതിയ വന്ന കക്ഷി. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം തന്നെ അവർ കാണിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. സോ കുഞ്ഞുങ്ങൾ ആദ്യം സ്റ്റേജിൽ കയറുമ്പം അവർക്ക് കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് ദെയർ ഡിസിഷൻ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവർ കയറണ്ടെങ്കിൽ കയറണ്ട, അതിന് നിർബന്ധം പിടിക്കണ്ട. എല്ലാവരും കൂടെ കയറുമ്പോൾ അവൻ മാത്രം കയറായിരുന്ന എങ്ങനെ? എല്ലാവരും അങ്ങ് കയറട്ടെന്നേ, അവൻ കയറണ്ട. അവന് അതൊട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ അവനെ കംഫർട്ടബിൾ ആക്കാതെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്റ്റേജിലൊക്കെ എല്ലാ പിള്ളേരെയും കയറ്റണമെന്ന് നിർബന്ധം. ആനിവേഴ്സറിക്ക് കയറും, 4 പേര് നിന്ന് കളിക്കും, 2 പേര് അവിടെ നിന്ന് കരച്ചില്ല. 5 മിനിറ്റിന്റെ ഡാൻസോ പാട്ടോ ആണെങ്കിൽ 5 മിനിറ്റും പാവം കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ ഇരുന്ന് കരയുക. എന്തിനാ നീ അവരെ ഇങ്ങനെ കരയിക്കുന്നേ? എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. എനിക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ടോർച്ചർ പോലെ തോന്നും. അവർ കരയുന്ന കാണുമ്പോൾ അവരെ ഒന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് പാസിഫൈ ചെയ്യുക. അതെങ്കിലും ചെയ്യണം. അത് ചെയ്ത് അവരെ അങ്ങ് മാറ്റുക അവിടുന്ന്. അല്ലാണ്ട് ഈ സ്റ്റേജിൽ നാട്ടുകാർക്ക് മുഴുവൻ കാണാനായിട്ട് ഈ പിള്ളേരെ നിന്ന് കാർക്ക് പോകുന്നത് എന്തിനാ? എന്തൊരു ട്രോമയാണത്. അത് ഇവർക്കാർക്കും അത് അങ്ങനെ ട്രോമയായിട്ട് ആവുന്നില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? തീർച്ചയായിട്ടും ആവുന്നുണ്ട്. അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കുകയാണ്. ഒന്ന്, കയറേണ്ടി വന്നതിന്റെ ബുദ്ധിമുട്ട്. 2, അവർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം. 3, ഞാൻ ഈ കിടന്ന് കരയുന്നത് ബാക്കിയുള്ളവർ മുഴുവൻ കാണുകയാണെന്നുള്ള സങ്കടം. ഇതെല്ലാം പിള്ളേർക്കും ആവുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എൻ്റെ മൂത്ത മോന് ആദ്യം സ്റ്റേജിൽ കയറുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൻ ആദ്യം ഡേ കെയറിലാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ആനിവേഴ്സറി വന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ ഒക്കെ വന്നപ്പം എല്ലാ പിള്ളേരെയും കയറ്റി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് ആദ്യത്തെ തവണ ഇവൻ എന്തൊക്കെയോ പഠിപ്പിച്ചു, ഇവൻ എന്താണെന്നും മനസ്സിലായില്ല. അപ്പോൾ അവനിത് എല്ലാവരുടെയും കൂടെ നടന്ന് പഠിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവൻ ദിവസം വന്നപ്പോഴാണ് അവന് മനസ്സിലായത് സ്റ്റേജിൽ കയറി ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൻ കരഞ്ഞു. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കരയുവാണെങ്കിൽ അവനെ അവിടുന്ന് മാറ്റണമെന്ന്. പിന്നെ അടുത്ത പരിപാടി വന്നപ്പോൾ അവൻ എന്തോ ചെയ്തു, ഞാൻ ചെയ്യുന്നില്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു. കാരണം എന്താ, അതിന് മുന്നേ അവൻ ആ സ്റ്റേജിൽ കയറി നിൽക്കുന്ന ഒരു ട്രോമയായിട്ട് മാറിയായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞു, അവൻ തീരെ കുഞ്ഞാ, 3 വയസ്സ് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ പോലും അവൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഡാൻസ് കളിക്കുന്നില്ല, ഞാൻ പാട്ട് പാടുന്നില്ല. അപ്പോൾ 2-3 ദിവസം ഈ ടീച്ചേഴ്സ് പല വിധേനയും ചെയ്യിക്കാനും ഒക്കെ ശ്രമിച്ചു. പറ്റുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചു, എന്ത് ചെയ്താ ചെയ്യുന്നില്ലെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ ചെയ്യുന്നില്ലെന്നാ പറയുന്നെങ്കിൽ അവൻ ചെയ്യണ്ട, കുഴപ്പമില്ല. അല്ല, എല്ലാ പിള്ളേരും സ്റ്റേജിൽ കയറുന്നുണ്ട്, അപ്പോൾ അവൻ മാത്രം കയറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മോൻ സ്റ്റേജിൽ കയറണ്ട. എനിക്കറിയാമല്ലോ അവന് വിഷമായോണ്ടോ അവന് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ചെയ്യാത്തതെന്ന് എനിക്കറിയാമല്ലോ. സോ എനിക്ക് വിഷമമില്ല. അവനെ ബുദ്ധിമുട്ടിച്ച് നിർബന്ധിച്ച് അടിച്ചൊന്നും എനിക്ക് സ്റ്റേജിൽ കയറ്റണ്ട, വേണ്ട, കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം സ്റ്റേജിലൊക്കെ കയറുന്ന ആളായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറുന്ന ഒരു പേടിയുള്ള ഒരാളല്ല. പക്ഷെ എൻ്റെ മോന് ചിലപ്പോൾ പേടിയായിരിക്കും, ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഞാനത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവൻ കയറിയില്ല. അതേസമയം തന്നെ പീലി തീരെ കുഞ്ഞായിട്ട് ആ സമയത്ത് സ്കൂളിലുണ്ടായിരുന്നു. അവൾക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് അവൾ LKG കൂടെ ഡേ കയറി ഡാൻസ് കളിക്കുകയും ചെയ്തു.
കളിച്ചോട്ടെ, അവൾക്ക് കുഴപ്പമില്ല, അവൾക്ക് ആ പേടിയില്ല, അവൾ കളിച്ചോട്ടെ, അവൻ ചെയ്യണ്ട. അവൻ കണ്ട് മനസ്സിലാക്കി, അവന് സന്തോഷമായി. അവന്റെ കൂട്ടുകാരെല്ലാം സ്റ്റേജിൽ കയറാതെ അവൻ അവരുടെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടു. എനിക്ക് പറഞ്ഞു തന്നു ഇത് ഇന്നാരാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ പേരൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, അവൻ കണ്ടു, മനസ്സിലാക്കി, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സാധനം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അറിയണം. നമ്മൾ ആ അറ്റവും മൂലം മാത്രം പഠിച്ചേച്ച് നമ്മൾ സ്റ്റേജിൽ കയറി ചെയ്യുമ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. കാരണം നമുക്കിത് വൃത്തിയായി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി വരും. പക്ഷെ നമ്മൾ ഭംഗിയായിട്ടൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മളത് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ പിള്ളേരും കയറും, അവർ കളിക്കും, ചിലപ്പോൾ മറന്നു പോവും, തെറ്റിക്കും, അതും പ്രശ്നമില്ല. നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചായിരുന്നല്ലോ. പിന്നെ അവിടെ പോയി ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റും. അമ്മ ഇപ്പം ഡാൻസ് കളിക്കുമ്പോഴും അമ്മയ്ക്ക് ചിലപ്പം തെറ്റാറുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷമമാക്കി വെക്കേണ്ട കാര്യമില്ല. ആർക്കും അങ്ങനെ തന്നെയാണ്. ആദ്യം സ്റ്റേജിൽ കയറുമ്പോൾ ചിലപ്പോൾ തെറ്റിയെന്നോ അല്ലെങ്കിൽ മറന്നുപോയിന്നോ ഒക്കെ വരും. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവരുടെ കൂടെ കയറി അങ്ങ് കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുമായിരുന്നു. ആദ്യത്തെ വർഷം അവൻ സ്റ്റേജിൽ കയറിയില്ല, അതിലെനിക്ക് വിഷമവും ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അവൻ 1ാം ക്ലാസ്സിലായി. അവൻ അസംബ്ലിക്ക് തോട്ട് ഫോർ ദ ഡേ പറയുന്നുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്പീച്ച് പറയാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോഴും അയ്യോ അതൊക്കെ അത് വേണ്ടാന്ന് പറയും. ശരി, വേണ്ട, അതൊന്നും വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ല, നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്കുള്ളൊരു കാര്യമേ ഉള്ളൂ ഇത്. നമ്മൾ ആദ്യം തന്നെ അയ്യോ ഇവ സ്റ്റേജിൽ കയറുന്നില്ല, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കയറുന്ന കണ്ടില്ലേ, മറ്റവൻ കയറി, ഇവൻ കയറി, അവള് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ്? നമ്മുടെ കുഞ്ഞിന് കയറണമെങ്കിൽ അവർ കയറും. അവർ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവരെ കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കി നിർബന്ധിച്ച് തള്ളി കയറ്റേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ 3 വയസ്സിൽ തന്നെ പ്രദർശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് പ്രസംഗത്തിലായിരിക്കും കഴിവുള്ളത്. അത് നന്നായി ഭാഷയൊക്കെ കൈവന്ന് കഴിയുമ്പോഴത്തേനും അത് ചെയ്യുമായിരിക്കും. പിന്നൊരു ദിവസം നമ്മൾ ഓർക്കുമ്പോൾ ഈ 3 വയസ്സുള്ളപ്പം ആദ്യം ഡേ കെയറിൽ പോയ സ്ഥലത്ത് ആനിവേഴ്സറിക്ക് അവൻ ഡാൻസ് കളിച്ചില്ല എന്ന് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുവോ? ഇല്ലല്ലോ. അത് ആ സമയത്തെ ഒരു കാര്യമല്ലേ, അത് വിട്ടേക്കുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ അവൻ ഇന്നലെ വീട്ടിൽ വെച്ച് നമ്മളോട് പാടി കേൾപ്പിച്ച പാട്ടോ ഡാൻസോ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക. അപ്പോൾ എന്തിനാണെന്ന് ഈ വരുന്നവർക്കും അതിനൊരു താല്പര്യം കാണത്തില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അവർക്ക് അത് കാണാൻ ഒരു താല്പര്യമില്ല. ഈ കൊച്ചിന് അവരെ ഒട്ടും അറിയത്തില്ല. അവരോട് മിണ്ടണോന്നോ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന കൊച്ചിനോട് അവരുടെ മുന്നിൽ പാട്ട് പാടാനോ ഡാൻസ് കളിക്കണോ ചെയ്യണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ കഴിവെല്ലാം ഇങ്ങനെ ചുമ്മാ മറ്റേ വരുന്നവരുടെയും പോരുടെയും മുന്നിൽ കളിച്ച് കാണിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിന് അവരെ നിർബന്ധിക്കരുത്. അവർ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് വേണ്ട. എന്നാ അത് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ചെയ്തോട്ടെ. അപ്പോഴും ഈ വരുന്നവർക്ക് ഇതിൽ താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാവുള്ളൂ. നമ്മൾ ഈ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞിന് 3 വയസ്സാണെങ്കിൽ ആ 3 വയസ്സിൻ്റെ വളർച്ചയും ആ 3 വയസ്സിൻ്റെ കഴിവുകളും ആ 3 വയസ്സിൻ്റെ കാര്യങ്ങളും അവർ ചെയ്താൽ മതി. ഇവരെ 5 വയസ്സിൻ്റെയോ 6 വയസ്സിൻ്റെയോ ലെവലിലേക്ക് നമ്മൾ ഉയർത്തണ്ട. പലപ്പോഴും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കാണാം, നിങ്ങളുടെ 3 വയസ്സായ കുട്ടിക്ക് കോഡിങ് പഠിച്ചാലോ. എന്തിനാന്നേ 3 വയസ്സായ കുട്ടി കോഡിങ് പഠിക്കുന്നത്? ഇത്ര വയസ്സായ എനിക്ക് കോഡിങ് അറിയത്തില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മറ്റൊരു ജോലിയാണ് ചെയ്യുന്നത്. ഈ 3 വയസ്സായ കുട്ടി ചിലപ്പം ഒരു ഓൺട്രപ്രണറായി കടയിടാനാണോ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണോ ആവാനാണോ പോകുന്നതെന്നോ ഒരു ടീച്ചർ ആവാനാണോ പോകുന്നതെന്നോ ഒന്നുമല്ല, ഒരു വലിയ തയ്യൽ യൂണിറ്റ് ഇട്ട് ആൾക്കാരെ കൊണ്ട് തയ്പ്പിക്കാനാണോ പോകുന്നത് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ എന്തിനാണെന്ന് നമ്മൾ ഈ കോഡിങ് പഠിപ്പിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. വെറുതെ നമ്മുടെ ഇരിക്കുന്ന പൈസ കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഏർപ്പാടുകളാണ്. പിന്നുണ്ട് വേറൊരു ഇനം, റെക്കോർഡ്. ഗിന്നസ് റെക്കോർഡല്ല, വേറെ എന്തോ റെക്കോർഡുകളൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് ഏറ്റവും ചെറുപ്രായത്തിൽ A to Z എഴുതിയ കുട്ടി അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്രായത്തിൽ 1000 വരെ എണ്ണിയ കുട്ടി, എന്തിനാണെന്ന് ഇവർ ഈ 1000 വരെ എണ്ണുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ പിള്ളേർ 101, 102, 109 വരെ എണ്ണി 1000 എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നു. അതിലും ഉണ്ടൊരു തമാശ അല്ലേ? 109 കഴിഞ്ഞാൽ 1000 ആയി, ഞാൻ 1000 വരെ എണ്ണി എന്ന് പറഞ്ഞ് വളരെ മനസ്സമാധാനത്തോടെ എൻ്റെ പിള്ളേർ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ കോഡിംഗ് ഒന്നും പഠിപ്പിച്ച് അവരെ എഞ്ചിനീയർമാരൊന്നും ആക്കണ്ട. അവർ പതുക്കെ അവരുടെ പ്രായത്തിനനുസരിച്ച് വളർന്നു വന്നാൽ മതി. പിന്നെ ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വലുതായി കഴിഞ്ഞാലും അവർ ഇൻട്രോവേർട്ടായി പോകും, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും വിചാരിക്കേണ്ട. അതൊക്കെ നമുക്ക് പതിയെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പണ്ട് നമുക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് ഇതൊന്ന് പുറത്തു കിടക്കേണ്ടതെന്ന് അറിയാൻ മേലാതെ വലുതായി കഴിഞ്ഞും അവർക്ക് ആ ഒരു സംഭ്രമമൊക്കെ വന്നു പോയത്. ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം, അവരെ ബൂസ്റ്റ് ചെയ്യണം. ഇനിയാണെങ്കിലും ചെയ്താൽ മതി. ഇപ്പം നീ കംഫർട്ടബിൾ അല്ലെങ്കിൽ ചെയ്യണ്ട, അല്ലെങ്കിൽ നീ ശരിക്കും പഠിച്ചാൽ മതി. പഠിച്ചിട്ട് അമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ചത് തന്നെ കാണിച്ചാൽ മതി. എല്ലാവർക്കും ചെയ്യാമെങ്കിൽ പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിന് ആ ഫസ്റ്റ് ഡേയിൽ തന്നെ അവനിതെല്ലാം ചെയ്തിരിക്കണം, സ്കൂളിൽ ഫസ്റ്റ് ആവണം, മറ്റേ കലാതിലകമാവണം, കലാപ്രതിഭയാണോ എന്ന് പറഞ്ഞൊന്നും നമ്മൾ ബഹളം കൂട്ടണ്ട. അതിലൊന്നും ഒരു കാര്യമില്ല. പണ്ട് കലാതിലകമായാലും കലാപ്രതിഭയായാലും ഒക്കെ ഇപ്പോഴും മറ്റേ ഡാൻസും പാട്ടും ഒക്കെ പഠിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണോ? അല്ലല്ലോ.
ഒക്കെ കഴിഞ്ഞ് അവർ ആ ജീവിതത്തിൽ നിന്നേ പോയി ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യേണ്ട, നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഈ പുഷ് ശകലം കുറയ്ക്കുക, പതുക്കെ മതി.